അവൻ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ വൈകിയുടെ മുഖം കൂർത്തു. ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോഴും അവളെ തന്നെ നോക്കി ചിരിക്കുകയാണ് അലക്സ്. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഒന്നുമില്ലെന്നവൻ ചിരിയോടെ തല ചലിപ്പിച്ചു. പിന്നെന്തിനാ ചിരിക്കുന്നത്? അവന്റെ ചൊടികളിലെ ചിരി അപ്പോഴും മാഞ്ഞിട്ടില്ല എന്ന് കാണെ കൂർത്ത മുഖത്തോടെ വൈക ചോദിച്ചു. അവൾക്കരികിലേക്ക് അല്പം കൂടെ നീങ്ങിയിരുന്നു. തോളിൽ തോളുമുട്ടി. ഈ കുഞ്ഞി തലയിൽ ഇത്രയും ഗഗനമായ ചിന്തകളൊക്കെ നടക്കുന്നുണ്ടോ? കൈ ഉയർത്തി അവളുടെ തലയിലൊന്ന് കൊട്ടി. ഞാൻ എൻ്റെ സംശയമല്ലേ ചോദിച്ചത്? മണലിൽ എഴുതിക്കൊണ്ട് ചോദിക്കുന്നവളുടെ കൈവിരലുകളെ പിടിച്ചെടുത്ത് തൻ്റെ കൈക്കുള്ളിലാക്കി അലക്സ്. അവളുടെ ചോദ്യം ഇങ്ങനെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാകാം തൻ്റെ അധരങ്ങളിൽ മായാതെ ആ ചിരി തങ്ങി നിൽക്കുന്നത്. എങ്കിലും ആദ്യമായി പെണ്ണ് ചോദിച്ച ചോദ്യം കൊള്ളാം. അവളെ മാത്രം അങ്ങനെ കണ്ടാൽ മതി എന്നല്ലേ അപ്പോൾ അവളുടെ മനസ്സിൽ? അവൾക്ക് തന്നോടുള്ള അകലം കുറഞ്ഞതുകൊണ്ടല്ലേ ഇത്രയും തുറന്നൊരു ചോദ്യവും? മനസ്സ് തുറന്ന് താൻ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? അപ്പനുള്ള കാലത്ത് ചെറുപ്പത്തിലാകും മനസ്സ് തുറന്നിങ്ങനെ ചിരിച്ചിട്ടുണ്ടാകുക. പിന്നെ ബാക്കി കൂടെ ചോദിക്ക്. ഇല്ല, വൈക വാശിയോടെ പറഞ്ഞു, മുഖം തിരിച്ചു. അങ്ങനെ കണ്ടെന്ന് വെച്ച് എനിക്ക് ആരോടും ഒന്നും തോന്നാറില്ല. കാതിൽ മെല്ലെ അവൻ പറഞ്ഞപ്പോൾ ജാള്യതയോടെ അവനെ മുഖം തിരിച്ചൊന്ന് നോക്കി. തൊട്ടു മുന്നിൽ അവൻ്റെ മുഖം കണ്ടപ്പോൾ മുഖം പെട്ടെന്ന് കടലിന് നേരെ തിരിച്ചു. താൻ മനസ്സിൽ ചിന്തിച്ചത് അവൻ എങ്ങനെ അറിഞ്ഞ്? ഇനി മനസ്സ് വായിക്കാനും അറിയാമോ? ഒരാളോട് തോന്നിയിട്ടുണ്ട്. ആർത്തലച്ചു വരുന്ന ആ തിരമാലയിലേക്ക് നോക്കി പറയുന്നവനെ മുഖം തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ പുരികക്കുടികൾ ചുളിഞ്ഞു. ആ ആള് താനാണെന്ന് അവൾക്കറിയാം. ആരാന്ന് ചോദിക്ക. എനിക്കറിയണ്ട. അലക്സ് കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ആരാ മാറ്റിയത്? പെട്ടെന്ന് അവൾ ചോദിച്ചു. പലതവണ ചിന്തിച്ച കാര്യമാണ്. അന്നൊക്കെ അരികിൽ അലക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലേബർ റൂമിലായതുകൊണ്ട് വാവയോ വേദവോ ആകില്ല എന്നുറപ്പാണ്. അലക്സ് ആണെങ്കിൽ തൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ അവൻ കണ്ടു കാണില്ലേ? തന്നോട് വെറുപ്പ് തോന്നിയാലോ? അതിനൊക്കെ കൂടെയല്ലേ കൊച്ചെ ശമ്പളം കൊടുത്ത് നേഴ്സുമാരെ നിർത്തിയിരിക്കുന്നത്? അലക്സ് അല്ല എന്ന ആശ്വാസത്തിൽ വൈക ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടു. അലക്സ് അത് കണ്ടെങ്കിലും കാണാത്ത പോലെ ഇരുന്നു. പരിഭവം പറയാനും സംസാരിക്കാനും അവളെ കേൾക്കാനും ആളുണ്ടേൽ അവളെല്ലാം തുറന്ന് സംസാരിക്കും. പരിഭവം പറയും, പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യും. ഒരുപക്ഷെ അവൾ പോലും അറിയുന്നുണ്ടാവില്ല അവളിലെ ഈ കുഞ്ഞു കുഞ്ഞു മാറ്റത്തെ. ആരും അവളെ ഇന്നേ വരെ കേട്ടതുമില്ല. പ്രാരാബ്ദങ്ങളുടെ നടുവിൽ ഭാരം ചുമക്കുന്ന ഒരു കഴുത മാത്രമായിരുന്നു. ബുദ്ധിയുമില്ല, വിവരവുമില്ല, പൊട്ടിക്കാളി. അലക്സ് അവളുടെ ചോദ്യം ഓർക്കെ വീണ്ടും ചിരിച്ചു. വാ, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താം. അയ്യോ, ഇനി ഡ്രസ്സൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, നമുക്ക് പോകാം. വൈക എന്നെ ഇപ്പോഴും ഒരു അന്യനായാ കാണുന്നത്. ഞാൻ എത്രയൊക്കെ അടുക്കാൻ ശ്രമിച്ചാലും താൻ എന്നിൽ നിന്നും അകലം പാലിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? നാളെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും സുഖവും സന്തോഷവും അങ്ങനെ പരസ്പരം എന്തും തുറന്നു പറയാൻ പറ്റുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും താൻ എന്നോട് ഷെയർ ചെയ്യണം. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലുള്ളത് അലക്സ് തുറന്നു പറഞ്ഞു. പെട്ടെന്നവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വൈക വല്ലാതായി. കണ്ണൊക്കെ നിറഞ്ഞു. അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയല്ലേ? കണ്ണ് നിറയ്ക്കാൻ പറഞ്ഞതല്ല. എന്നോട് അവകാശത്തോടെ നീ ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു വൈക. ഇപ്പോൾ നിറഞ്ഞത് അലക്സിന്റെ കണ്ണുകളാണ്. വൈക കേട്ടില്ല ഞാൻ പറഞ്ഞത്? മറ്റെങ്ങോ നോക്കിയിരിക്കുന്നവളോട് വളരെ സൗമ്യമായി ചോദിച്ചവൻ. നേരത്തെ ഒരു മൂളലിൽ വൈക മറുപടി ഒതുക്കി. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ കുഞ്ഞൊരു പരിഭവം അത് അലക്സിന് മനസ്സിലാവുകയും ചെയ്തു. ഒത്തിരി സ്നേഹിക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ പരിഭവവും പിണക്കവും ഒക്കെ തോന്നുന്നത്. ഫോൺ റിങ് ചെയ്തപ്പോൾ അവളുടെ വീർത്ത കവളിൽ ചെറുങ്ങനെ കുത്തിക്കൊണ്ട് ഫോൺ എടുത്തു. കൂർപ്പിച്ചു നോക്കുന്നവളെ കാണെ ചുണ്ടു കൂട്ടിപ്പിടിച്ച് ഉമ്മ എന്ന് കാണിക്കുകയും ചെയ്തു. പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു.
ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളാണ്. മനുവിൻ്റെ മരണവാർത്ത. അത്രത്തോളം ആനന്ദത്തോടെ വൈകിയെ നോക്കി. മറ്റൊന്നും പറയാതെ കോൾ കട്ടാക്കി. പോകാം. അവളുടെ കാതിനരികിലേക്ക് മുഖമടുപ്പിച്ച് ഇക്കിളിപ്പെടുത്തി പറയുമ്പോൾ അവളുടെ മിഴികൾ പിടപ്പോടെ ചുറ്റും നോക്കി. പോകുമ്പോൾ ഒരു ലേഡീസ് സ്റ്റോപ്പിൽ കയറാം. പൊട്ടോ ചാന്തോ ഒക്കെ വാങ്ങണം. എന്നും ഇങ്ങനെ ഒരുങ്ങി കാണണം എനിക്ക്. എഴുന്നേക്കാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അരികിലൂടെ നടന്നു പോയവർ തങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റ് മൂട്ടിലെ മണൽ തട്ടിക്കളഞ്ഞു. അവളുടെ കൈകളെ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഷൂസും എടുത്ത് മുന്നോട്ട് നടന്നു. കടൽക്കാറ്റേറ്റ് പാറുന്ന അവളുടെ നീളൻ തലമുടി അവൻ്റെ മുഖത്തേക്ക് പാറി വീണു. അത് മാറ്റിവിടാൻ അവനും ആഗ്രഹിച്ചില്ല. അലക്സ് വൈക ഇരുന്നിടത്തേക്ക് തിരിഞ്ഞൊന്ന് നോക്കി. അലക്സ് ലവ് വൈക എന്നെഴുതി ലവ് വരച്ച് മണലിൽ എഴുതിയിരിക്കുന്നു. വലിയൊരു തിര വന്ന് മായ്ച്ചു കളയുമ്പോൾ അലക്സിൻ്റെ ഉള്ളം ചെറുതായൊന്ന് വേദനിച്ചു. വേദു! സ്കൂൾ ഗേറ്റിനരികിൽ എബിയുടെ കാർ നോക്കി നിൽക്കുവാണ് വേദു. റോഡിനപ്പുറം നിന്നുള്ള വിളി കേട്ട് അവിടേക്ക് നോക്കിയ വേദു കാണുന്നത് റോഡിനപ്പുറം ഇപ്പുറം നോക്കി അരികിലേക്ക് ഓടി വരുന്ന വിച്ചേട്ടനെയാണ്. നിമിനേരം കൊണ്ട് തൻ്റെ നെഞ്ചിടി പേറുന്നതും മേൽചുണ്ടിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നതും വേദു അറിഞ്ഞു. വിച്ചു അരികിൽ വന്ന് നിന്നപ്പോൾ വേദുവിൻ്റെ തല താഴ്ന്നു പോയി. വേദു, ഞാൻ പലതവണ നിന്നെ കാണാൻ വന്നിരുന്നു. എബി സാർ നിന്നെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. എന്നിട്ടും ഞാൻ വന്നിരുന്നു. ഡോക്ടറും സമ്മതിച്ചില്ല. വേദു മുഖമുയർത്തി ചുറ്റും നോക്കി. ഒരിക്കൽ തെറ്റ് ചെയ്തതുകൊണ്ട് ഭയമാണ്. മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകുമോ എന്ന ഭയം. സ്കൂൾ ബസ്സിലേക്ക് ഓടിക്കയറുന്നവരും തിരക്ക് പിടിച്ച് നടന്നു പോകുന്നവരും കൂട്ടുകൂടി സൊറ പറഞ്ഞ് ചിരിച്ചു കളിച്ചു പോകുന്നവരും ഒക്കെ അവരവരുടെ ലോകത്താണ്. നിന്റെ ടെൻഷനും പേടിയും കാണുമ്പോൾ ശ്രദ്ധിക്കാത്തവർ വരെ നമ്മളെ ശ്രദ്ധിക്കും. അവളുടെ മുഖഭാവം കണ്ട് വിച്ചു പറഞ്ഞു. ഇരു കൈയും ഇഴിഞ്ഞു കൊടുത്ത് ചുറ്റും നോക്കുന്ന വിച്ചുവിനെ വേദു മുഖമുയർത്തി നോക്കി. വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. കുഴിഞ്ഞുപോയ കണ്ണിന് ചുറ്റും കറുപ്പ് പടർന്നിട്ടുണ്ട്. ചീകി ഒതുക്കാൻ മറന്ന തലമുടിയും. നെഞ്ചിലെവിടെയോ വല്ലാത്തൊരു നീറ്റൽ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ താനും ഉത്തരവാദിയാണ്. ചേർത്ത് പിടിച്ചപ്പോഴൊക്കെ പ്രായവും ശരിയും ശരികേടും എല്ലാം മറന്നു. തൻ്റെ മനസ്സിലെ പ്രണയം അകന്നു മാറാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. എപ്പോഴൊക്കെയോ ആ കണ്ണുകളിലും തന്നോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. ഭാവേച്ചി സൂപ്പർ മാർക്കറ്റിൽ പോയി തുടങ്ങിയപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ വിച്ചേട്ടനെ കാണാനുള്ള വ്യഗ്രതയാണ്. വേഗം ജോലിയും തീർത്ത് ബുക്കും പുസ്തകവും എടുത്തൊരോട്ടമാണ്. പഠിക്കാനിരിക്കുമ്പോൾ കണ്ണെടുക്കാതെ എത്രയോ നേരം പരസ്പരം മറന്നു നോക്കിയിരുന്നിട്ടുണ്ട്. ഒരു ദിവസം ഇടം കൈയുടെ ചെറുവിരലിൽ വിച്ചേട്ടൻ്റെ ചെറുവിരൽ കോർത്ത് പിടിച്ചപ്പോൾ ശരീരം മുഴുവൻ കറണ്ട് പാസ് ചെയ്തതുപോലെ തോന്നി. പതിയെ വിരലുകളെ കോർത്തു പിടിച്ചതും പിന്നീട് വിന്ദുമ്മയുടെ കണ്ണു വെട്ടിച്ച് കവിളിൽ അമർത്തി മുത്തി ഒന്നും അറിയാത്ത ഭാവത്തിൽ പോകുമ്പോഴും എല്ലാം തന്നിലെ പ്രണയിനി അതൊക്കെ ആഗ്രഹിച്ചിരുന്നു. അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തതും താനാണ്. ഒരു ദിവസം ചെല്ലുമ്പോൾ വിന്ദുമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലെന്നറിഞ്ഞപ്പോൾ തന്നെ നെഞ്ചിടി പേറി. മറ്റൊരു വശത്ത് വിച്ചേട്ടനൊപ്പം തനിയെ ഇരിക്കാം എന്നൊരു ചിന്തയും. ബിന്ദുമ്മ എവിടെ പോയതാ വിച്ചേട്ടാ? ഭേദു വാതിൽപ്പടിയിലേക്ക് ചാരി നിന്നു. കട്ടിലിരുന്ന് ലാപ്പിലെന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിച്ചു. ഒരു കാല് മടക്കി കട്ടിലിൽ കയറ്റി വെച്ചിരിക്കുന്നു. ഒരു കാല് നിലത്താണ്. ഒരു പാത്രത്തിൽ കശുവണ്ടി ബെഡിലിരിപ്പുണ്ട്. അമ്മ അമ്മമ്മയെ കാണാൻ പോയതാ. അമ്മമ്മയ്ക്ക് മേലായിരുന്നു. വിച്ചു ലാപ്പിൽ നോക്കി തന്നെ പറഞ്ഞു. അല്പനേരം ഇരുവർക്കുമിടയിൽ മൗനം നിറഞ്ഞു നിന്നു. വിച്ചു മുഖം ഉയർത്തി നോക്കുമ്പോൾ പരിഭ്രമത്തോടെ അവളുടെ മിഴികൾ പിടച്ചു. അരികിലേക്ക് വന്നിരിക്കാൻ വിച്ചു കണ്ണു കാണിച്ചു. വേദു മെല്ലെ നടന്ന് വിച്ചുവിനരികിൽ വന്നിരുന്നു. കയ്യിൽ കുറേ കശുവണ്ടി വാരി അവളുടെ കയ്യിലേക്ക് നീട്ടി. തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്നവളുടെ കൈപിടിച്ച് കശുവണ്ടി കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. ലാപ്പടച്ചു വെച്ച് അവൾക്കരികിലിരിക്കുമ്പോൾ എപ്പോഴൊക്കെയോ തൻ്റെ ഹൃദയതാളമേറുന്നത് അവനും അറിഞ്ഞു. ഇരുവർക്കും ഇടയിൽ മൗനം മാത്രം നിറഞ്ഞു നിന്നു. പരസ്പരം നോക്കാൻ മടിച്ചു. എപ്പോഴോ വിച്ചുവിൻ്റെ കൈവിരലുകൾ മടിയിലിരുന്ന വേദുവിൻ്റെ വിരലുകളുമായി ചുറ്റിപ്പിണഞ്ഞു.
എപ്പോഴൊക്കെയോ നുകരാൻ ആഗ്രഹിച്ച അവളുടെ അതിരങ്ങളിലേക്ക് മുഖം അടുപ്പിക്കുമ്പോൾ അവളുടെ വിരലുകൾ തൻ്റെ വിരലുകളിൽ മുറുകി. തൻ്റെ ചുംബനം സ്വീകരിക്കാൻ എന്ന പോലെ കണ്ണുകൾ കൂമ്പി അടച്ചിരിക്കുന്നവളിലേക്ക് ചായുമ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. വരും വരാഴികയെക്കുറിച്ച് ഓർത്തില്ല. അവളും തന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക മാത്രമാണ് ചെയ്തത്. വികാരങ്ങളും മോഹങ്ങളും പൂത്തലഞ്ഞു നിന്ന നിമിഷം തൻ്റെ കൈകൾ അവളെ വിവസ്ത്രയാക്കി. അവളെ തഴുകി കടന്നു പോകുന്ന കൈകളുടെ മുറുക്കവും നോട്ടവും താങ്ങാനാകാതെ മിഴികൾ മുറുക്കി അടച്ചവൾ കിടന്നപ്പോൾ അവളുടെ പ്രായം മറന്നു. ചെയ്തു കൂട്ടിയതിനൊക്കെ പ്രണയം എന്നൊരു പേരും. എനിക്കൊന്ന് സംസാരിക്കണം വേദു, നമുക്ക് കുറച്ച് നീങ്ങി നിൽക്കാം. ഇപ്പോൾ അവരെന്നെ വിളിക്കാൻ വരും. വിച്ചേട്ടൻ പൊയ്ക്കോ. നിനക്കെന്നോട് ദേഷ്യമാണോ? ഞാൻ കാരണം ഒത്തിരി വേദനിച്ചല്ലേ? വിച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കോളേജിൽ പോകാറില്ല, ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാറില്ല, ഉറക്കമില്ല, അത്രയേറെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഞാനിവിടെ കാരണമല്ലേ? ദേഷ്യമൊന്നുമില്ല. വിച്ചേട്ടൻ വിഷമിക്കണ്ട. അങ്ങനെ പറയാതിരിക്കാൻ തോന്നിയില്ല വേദുവിന്. വിച്ചേട്ടൻ വിഷമിച്ചാൽ വേദനിക്കുന്നത് തനിക്കാണ്. ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. സോറി വേദു. അവളുടെ കൈകളെ കൂട്ടിപ്പിടിച്ചവൻ പറഞ്ഞു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാവയുമായി വേദുവിനെ വിളിക്കാൻ വന്നതാണ് എബി. വേദുവിനെ വിളിച്ചിട്ട് വേണം ഏഞ്ചലിനെ വിളിക്കാൻ. അവൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. മുന്നിലെ കാഴ്ചയിൽ എബിയുടെ മുഖം വലിഞ്ഞു മുറുകി. പലതവണ വീടിന് മുന്നിൽ കണ്ടവൻ, കഴുത്തിന് കുത്തിപ്പിടിച്ച് വരെ പുറത്തേക്ക് തള്ളിയവൻ വീണ്ടും പിന്നിലിരിക്കുന്നവളെ ആ നിമിഷം മറന്നു. ഡോർ തുറന്നിറങ്ങുന്നതിന് മുന്നേ ബാക്ക് ഡോർ വലിയ ശബ്ദത്തോടെ അടയുന്നതറിഞ്ഞു. ഡാ! അരികിലേക്ക് ദേഷ്യത്തിൽ പാഞ്ഞെടുക്കുന്നവളെ കണ്ട് പെട്ടെന്ന് വേദുവും വിച്ചുവും ഭയന്നു. വേദുവിൻ്റെ കൂട്ടിപ്പിടിച്ച കൈകളിലെ വിച്ചുവിൻ്റെ പിടിയയഞ്ഞു. വാവ പാഞ്ഞിയെന്ന് വിച്ചുവിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എന്തിനാ ഇനി നീ എൻ്റെ കൊച്ചിൻ്റെ പിന്നാലെ വന്നത്? ഇനിയും അവളുടെ ജീവിതം നശിപ്പിക്കാനാണോ? സമ്മതിക്കില്ല ഞാൻ. ഒരു ഭ്രാന്തിയെപ്പോലെ അലറി വിളിച്ച് പറയുന്നവളെ പകപ്പോടെ നോക്കി എബി. വേദുവും വിച്ചുവും നന്നായി ഭയന്നിട്ടുണ്ട്. വാവയാണേൽ ഒന്നാമതേ വല്ലാത്തൊരവസ്ഥയിലാണ്. ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വല്ലാത്തൊരവസ്ഥയിൽ. അതെല്ലാം തീർക്കാനൊരു കാരണം കിട്ടിയതുപോലെ വീണ്ടും അലറി വിളിച്ച് കൂവുന്നുണ്ട്. വാവേ, മിണ്ടരുത് നീ. എന്തിനാ എൻ്റെ വേദുവിനെ നീ? പിന്നെയും എന്തിനാ വന്നത്? വിച്ചുവിൻ്റെ ദേഹത്ത് രണ്ട് കൈകൊണ്ടും മാറി മാറി പ്രഹരിച്ചു വാവ. ചുറ്റും ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. ചേച്ചി വിടാനാ പറഞ്ഞത്. വിച്ചോട്ടനെ വിടാൻ. എബി മുന്നോട്ടാഞ്ഞപ്പോഴേ വേദു വാവയെ പിന്നിലേക്ക് തള്ളിയിരുന്നു. എബി പിന്നിൽ നിന്നും വാവയെ പെട്ടെന്ന് പിടിച്ചു. കൈ പിൻവലിച്ചു. വേദു വിച്ചുവിന് മുന്നിൽ കയറി നിന്നു. സങ്കടവും ദേഷ്യവും കൊണ്ട് വാവയെ രൂക്ഷമായി നോക്കി. എല്ലാവരെയും വിളിച്ചുകൂടി അറിയിക്കുകൂടെ ചെയ്യ. മോളെ, ഇവൻ നിന്റെ ജീവിതം നശിപ്പിക്കാൻ വീണ്ടും. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. ചേച്ചി അത് തന്നെയല്ലേ ചെയ്യുന്നത്? വൈകച്ചിയുടെ ജീവിതമല്ല ചേച്ചി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അലക്സിച്ചായൻ റൂമിൽ വന്ന് വാവേച്ചിയോട് പറയുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതിന്റെ കുറ്റബോധം കൊണ്ടാണ് വാവേച്ചി കരയുന്നതെന്ന്. ചേച്ചി തോറ്റുപോവുകയുള്ളൂ. ഒന്നോർത്തോ, അലക്സ് വൈകിയുടെ മാത്രം സ്വന്തമാ. ഇന്നേ വരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. വേദുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കവിൾ അമർത്തി തുടച്ചുകൊണ്ട് വേദു പറയുമ്പോൾ എബി തറഞ്ഞു നിന്നുപോയി.